Good afternoon to all. Yeah. Having a good. We can speak now. Hi, good afternoon, ma'am. Good afternoon. Okay, എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ? So first of all, sorry for being late. ഞാൻ കുറച്ച് late ആയി. Okay, then how are you all? രണ്ടരയോ? ഓ രണ്ടരയ്ക്ക് I'm going good. Yeah, good afternoon. എന്താണ് സൈലന്റ് ആണല്ലോ ചേച്ചി? Fasting is started. Hello, good afternoon. ചേച്ചി നമ്മള് കണ്ട കുറെ നാളായി, നിങ്ങൾ കണ്ട കുറെ നാളായില്ലേ നമ്മള് ഈ ചെയ്തിട്ട് കുറെ ദിവസമായ പോലെ. എന്തോ കഴിഞ്ഞ ഫ്രൈഡേ ക്ലാസ്സിൽ കഴിഞ്ഞ ഫ്രൈഡേ കേട്ടില്ല. ഞാൻ ക്ലാസ്സിലില്ലായിരുന്നു. ആ ഓക്കെ ഓക്കെ. ഞാൻ പുറത്തു പോയി. കഴിഞ്ഞ ഫ്രൈഡേ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായില്ലേ? ഞാനായിരുന്നില്ലല്ലോ. എന്റെ ടൈം ടേബിൾ അല്ലല്ലോ. ഓ പ്രിൻസ് ഉണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ പ്രിൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ മാ. ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. ഇംഗ്ലീഷ് ക്ലാസ്സിൽ എല്ലാവരും ഉണ്ട്. എന്താണാവോ അറിയില്ല എനിക്ക്. ഓക്കെ, ഞാൻ ആദ്യമേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ നിങ്ങളോട്. നിങ്ങളൊന്നും വേറെ വിചാരിക്കരുത്. നമ്മൾ പിന്നെ ഫ്രണ്ട്സ് അല്ലേ, നമുക്ക് എന്താ പറയാലോ അല്ലേ? അല്ലേ? തീർച്ചയായും. എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റു ക്ലാസ്സിലൊന്നും സംസാരിക്കാതെ? അവരൊന്നും ചോദിക്കാത്തോണ്ട്. അങ്ങനെയല്ല, മൈക്ക് ഓഫ് ചെയ്തിട്ടിട്ട് ഞങ്ങളോട് എന്ത് ചോദിച്ചാലും ഞങ്ങൾ എന്ത് പറയാനോ? ഓക്കെ, അപ്പൊ ഇനി ഞാൻ പറയാം. നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കൂ, അവർ സംസാരിക്കുന്നു പറയാനല്ലേ. പറഞ്ഞൊന്നും പറയരുത്. സത്യത്തിൽ ഞാൻ അൺമ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഭയങ്കര ഒരു റിലാക്സ് ചെയ്താ എന്തോ ജയിലിൽ നിന്ന് തുറന്നു വിട്ടൊരു ഫീൽ കിട്ടാറുണ്ടോ? ഞാൻ ഏതൊരു ക്ലാസ്സിലാണ് ചോദിച്ചപ്പോ ശരിയാണ്. ഞാനൊരു ഡൗട്ട് ചോദിച്ചത്, മാമിന് ഇത് ഇപ്പൊ കിട്ടിയ റിപ്പോർട്ടാണോ? നിങ്ങൾ ക്ലാസ്സിൽ സംസാരിക്കുന്നില്ലെന്ന് ഇപ്പൊ കിട്ടിയ റിപ്പോർട്ടാണോ? ഇത് ഇപ്പൊ കിട്ടിയ റിപ്പോർട്ടാണോ നമ്മൾ ക്ലാസ്സിൽ സംസാരിക്കുന്നില്ലെന്ന്? ബാക്കിയുള്ള ടീച്ചേഴ്സ് പറയാൻ സാധ്യതയില്ല. ഞങ്ങൾ റെസ്പോണ്ടിങ് ആണ്. അവര് പോൾ മ്യൂട്ട് ചില സമയത്ത് ചെയ്യാറില്ല. എന്തെങ്കിലും വേറെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ അവര് പോൾ മ്യൂട്ട് ആക്കുന്നുള്ളൂ. പക്ഷെ സംസാരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറയും. ഇംഗ്ലീഷ് അല്ലേ എന്ന് പറഞ്ഞാ നിങ്ങൾ ഇംഗ്ലീഷ് അല്ലേ എന്ന് പറഞ്ഞു. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ് എനിക്ക് തോന്നി നമ്മള് ഓൾ മ്യൂട്ടായിരുന്നു. അപ്പൊ മാം ചോദിക്കുമ്പോ നമ്മൾ തമ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ മാം അത് കാണുന്നില്ല എന്നാ എനിക്ക് തോന്നിയത്. അവര് മെസ്സേജ് ആണ് നോക്കുന്നത്. ഇന്ന് ഞാൻ നോക്കിയപ്പോ നമ്മള് തമ്പ് ചെയ്യുമ്പോ വരുന്നില്ല ചില സമയത്ത്. നമ്മളെ സിസ്റ്റത്തിലേക്ക് പോകുന്നുണ്ട്, കുഴപ്പമില്ല. തമ്പ് പോകുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ നമ്മള് ടീച്ചർ അത് അത് കാണുന്നില്ല. ടീച്ചർ തമ്പ് പോകുന്നത് ടീച്ചർ കാണുന്നില്ല. അപ്പൊ ആരും ടൈപ്പ് ചെയ്ത് വിടുന്നില്ല, എല്ലാവരും തമ്പടിക്കുന്നുള്ളൂ. അപ്പൊ അതായിരിക്കും. അതാണ് ഇന്ന് കിട്ടിയേക്കണ റിപ്പോർട്ട്. അല്ലെങ്കിൽ ഞങ്ങളെ കുറിച്ച് അങ്ങനെ പറയില്ല. അല്ലേ സീജ? ഉറപ്പല്ലേ? നമുക്ക് കാര്യം ചെയ്യാം, ടൈപ്പ് ചെയ്ത് വിടണം. ഞങ്ങൾ സംസാരിക്കാനൊക്കെ പറയും. മാം ഇന്നലെ മ്യൂട്ട് ചെയ്തപ്പോ ഒരു ഉണ്ടോന്നറിയില്ല, അബ്ദുൾ സലാമോ എന്തോ ക്ലിയർ ആയിട്ട് എനിക്ക് ഓർമ്മയില്ല. ഭയങ്കര സംസാരം. പക്ഷെ അവര് സംസാരിക്കുന്ന അവര് വീട്ടുകാരോട് തന്നെയാണ്.
പക്ഷെ ഞങ്ങൾക്ക് കേൾക്കുമ്പോ അത് നമുക്ക് ചിരി വരുന്നത്. അങ്ങനെയല്ല, ഓരോ പേഴ്സണൽ ആയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. അവർക്ക് അറിയായിട്ടോ അറിയില്ല. അങ്ങനെ മിസ് മ്യൂട്ട് ചെയ്തു. അതാണ് സംഭവം. മ്യൂട്ട് ചെയ്താലും കുഴപ്പമാണ്, മ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാം കുഴപ്പമാണ്. അതെ ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പൊ ഓൺ മ്യൂട്ട് ആക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞു തന്നത്. ഓൺ മ്യൂട്ട് ആക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ ഓൺ മ്യൂട്ട് അല്ല. ആ പുള്ളിക്കാരി മിക്കവാറും എപ്പോഴും വീഡിയോയും ഓഡിയോയും ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചാല് ആ പുള്ളിക്കാരിയുടെ വീഡിയോ പക്ഷെ ഇന്ന് കണ്ടിട്ടില്ല തോന്നല്ലേ, ഇന്നില്ലാതോ. ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് വീഡിയോ ഓഫ് ചെയ്തതാ. അവരുണ്ട് ഇതിലുണ്ട്, അവര് ഞാൻ അവരുടെ വീഡിയോ ഓഫ് ചെയ്ത് ഇത് വെച്ചിട്ടു. റെക്കോർഡ് ആകുന്നതുകൊണ്ടാണ് മിസ് പറഞ്ഞത്. കാരണം ഇത് എല്ലാവരും കേൾക്കില്ല. ഇപ്പൊ പേഴ്സണായിട്ട് സംസാരിക്കുന്നത് റെക്കോർഡ് ആയതുകൊണ്ട് എല്ലാവരും കേൾക്കുന്നത് കൊണ്ടായിരിക്കാം സംസാരം പറഞ്ഞു. പിന്നെ ഇന്നത്തെ ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കാര്യമായിട്ട് റെസ്പോണ്ട് ചെയ്തില്ല. കാരണം എന്താ വെച്ചാല് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. മറ്റുള്ളവർക്ക് അറിയാത്തതാണെങ്കിൽ അവര് ചോദിക്കട്ടെ, അവർക്ക് ഇത് കൊടുക്കട്ടെ. ഇന്നിപ്പോ ലേബർ ആൻഡ് ഡെലിവറി റൂമിനെ കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു. അപ്പൊ അവിടെ ഞാൻ കയറി ഏത് നേരം കമ്പ് ചെയ്യുന്നതിന് ഒരു അർത്ഥമില്ല. കാരണം എനിക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേൾക്കുന്നത്. ഞാൻ അതിന് കയറി മനസ്സിലായി എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമാണോ? അപ്പോ അറിയാത്തവർക്ക് ചോദിക്കാനുള്ള അവസരം വേണ്ടേ? എല്ലാം എനിക്കിതാണെങ്കിൽ ഇപ്പൊ നോക്ക് മാറിയത് എന്നാ പുറത്തേക്കാ കുസിപ്പോയാ പോരെ. ഇപ്പൊ കൈ തിങ്ങോന്നല്ലോ, അതാണ് വൃത്തിയിലാണ് നിന്നോട്ടെ ഇരിക്കട്ടെ. ഇതാ സെയിം പ്രോബ്ലം. അത് വീട്ടില് പറയുന്നതാണ്. അവർക്ക് അറിയുന്നില്ല മാം, അവർക്ക് അറിയുന്നില്ല മ്യൂട്ടാക്കാൻ. നമ്മളിങ്ങനെ എപ്പോഴും അവർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് മ്യൂട്ടാക്കാൻ, പക്ഷെ അവർക്ക് അറിയുന്നില്ല. ഇതെന്ത് ഭാഷ ശരിയാണോ? ഏതൊരു ലാംഗ്വേജ് ആണല്ലോ. കാസർഗോഡാണ്. അതാണ് പറഞ്ഞത്. ഇന്നലെ ഇങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇല്ല, പൊതുവെ കാസർഗോഡുകാര് അധികം സംസാരിക്കാറില്ല. ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ്സിൽ അവരുണ്ട്. ഈ ബാച്ചിൽ മാത്രമല്ല, വേറെ ബാച്ചിലൊക്കെ ഇവര് സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ സംസാരിക്കില്ല. കാരണം എന്താ? ചിലപ്പോ നമുക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം മേ ബി സംസാരിക്കാത്ത. അത് ശരിയാണ് കേട്ടോ. പൊതുവെ പെട്ടെന്ന് മനസ്സിലാവില്ല, അതുകൊണ്ടായിരിക്കാം. ചിലപ്പോ പുള്ളി പറയുന്നുണ്ടാവാം, നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. എനിക്കിപ്പോ മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല. എനിക്ക് തോന്നുന്നു പുള്ളി നമ്മളോട് സംസാരിക്കുന്നതായിരിക്കാം. നമ്മൾ വിചാരിക്കും അവിടെ ആരോടോ സംസാരിക്കുന്നതാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ നമ്മളല്ലേ പൊട്ടന്മാര് അല്ലേ? അതെ, അതാണ് സത്യം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇനി എന്നോട് സംസാരിക്കുന്ന പോലെ നിങ്ങൾ ബാക്കി ടീച്ചേഴ്സിനെ കൊണ്ട് സംസാരിക്കും. അത് എളുപ്പമുള്ള കാര്യമാവില്ല. ഇതിപ്പോ ഞാൻ മാത്രമേ പറയുള്ളൂ, എന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ. ചിലതല്ല എല്ലാവരും കോൺഫിഡൻറ്റ് കൊടുത്ത് ക്ലാസ് എടുക്കാം. എനിക്കിപ്പോ മനസ്സിലായി ടീച്ചേഴ്സിനെ ബുദ്ധിമുട്ടായിട്ടില്ലേ. കാരണം അവരവരുടെ വീട്ടിൽ സംസാരിക്കുമ്പോ അത് ക്ലാസ് എടുക്കുമ്പോ ഒരു ഡിസ്റ്റർബൻസ് തന്നെയാണ് ടീച്ചർക്ക്. അപ്പൊ ടീച്ചർ ഓൾ മ്യൂട്ട് കൊടുക്കും. അവർ കുറ്റം പറയാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ ടീച്ചറായ ഞാൻ അങ്ങനെ ചെയ്യൂലേ? വേറെ സംസാരിക്കുന്നത് കയറിയാല് ഞാൻ അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ കോ ക്ലാസ് വരുമ്പോ അവരുടെ സൗണ്ട് ആയിരിക്കും വരും, ടീച്ചേഴ്സിന് സൗണ്ട് കേൾക്കില്ല. ആര് അൺമ്യൂട്ട് ചെയ്യുന്നു അവർ ഏതൊക്കെയും ഫോക്കസ് ചെയ്യില്ല. അത് റെക്കോ ക്ലാസ് കാണുന്നവർ ചിലപ്പോൾ കംപ്ലൈന്റ് വരും. അതുകൊണ്ടാണ് കൂടുതൽ ഓൺമ്യൂട്ട് കൊടുത്ത് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? സുഖം എല്ലാവർക്കും? ക്ലൈമറ്റ് ഒക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? ചൂടാണോ? ചൂട് കുറച്ച് കൂടുതലാണോ? ചൂടായി തുടങ്ങി. ചൂടായി തുടങ്ങിയില്ലേ? ചൂടായി. നാളെയും ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ ക്ലാസ്സില്. ഞാനാണെങ്കിൽ കേറാതിരിക്കില്ലായിരുന്നു. ഇപ്പൊ ചിരിക്കുന്നുണ്ട്. മിക്കവാറും കയറാൻ കഴിച്ചില്ല അല്ലേ? ഇതാണ് സത്യം. ഇംഗ്ലീഷ് ഇവിടെയൊക്കെ റമദാൻ പുറത്തു പോകും. എത്ര പേരുണ്ടോ ക്ലാസ്സിൽ? ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടല്ലോ. എന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി മാത്രം വന്നവരാണ് നിങ്ങൾ എല്ലാവരും. വരും.
ക്ലാസ് കേൾക്കാൻ വന്നാണോ അല്ലെങ്കിൽ ചുമ്മാ ഞാൻ എന്റെ സംസാരം കേൾക്കാൻ വന്നാണോ? സത്യം പറയാം. ക്ലാസ് എടുക്കുമ്പോ അത് കേൾക്കും, സംസാരിക്കും. പിന്നെന്താണ് ഞാൻ രണ്ടും ഓക്കെ. അപ്പൊ കുറച്ചു ക്ലാസ് എടുത്താലോ? ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ എടുത്തേ? I think we discussed in previous class the topic adjective, right? Make the sentence. എന്തോ? Make the sentence അല്ലായിരുന്നു? Make the sentence. അത് ഏത് ടോപ്പിക് വെച്ചിട്ട്? നമ്മൾക്ക് ഓൾറെഡി എഴുതി തന്നല്ലേ, റെഗുലർ ആൻഡ് ഇറഗുലർ വെർബ്. അതിലേതെങ്കിലും വെർബ് വെച്ചിട്ട്. അതിനുശേഷം ഞാൻ പക്ഷെ അഡ്ജക്റ്റീവ് പറഞ്ഞു എന്ന് തോന്നുന്നു. ലാസ്റ്റ് ക്ലാസ് അത് കഴിഞ്ഞിട്ട് ക്ലാസ് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ എന്നാ വന്നേ, കഴിഞ്ഞ തേഴ്സ്ഡേ ക്ലാസ് ഉണ്ടായിരുന്നു. ഇല്ലല്ലോ. അവര് കറി വെക്കും. അല്ലേ ക്ലാസ് ഒബ്ജക്റ്റീവോ? ഒബ്ജക്റ്റീവാണ് വേണ്ട. അഡ്ജക്റ്റീവാണ് ഒബ്ജക്റ്റീവ്. അഡ്ജക്റ്റീവിനെ കുറിച്ച് കുറച്ച് പറഞ്ഞു. അതായത് പിന്നെ എന്നാ സെയിം ക്ലാസ്സിൽ തന്നെയാണ് അഡ്ജക്റ്റീവില് കുറച്ച് പറഞ്ഞിരുന്നത്. പറഞ്ഞിരുന്നോ? സീജ വോയിസ് ക്ലിയർ അല്ല, ബ്രേക്ക് ആവുന്നുണ്ടോ? ഞാൻ എന്നാ കേൾക്കുന്നില്ല. നമ്മളിപ്പോ അത് ലീവ് ചെയ്ത് നോക്കൂ. ലീവ് ചെയ്ത് ജോയിൻ ചെയ്യൂ. റേഞ്ച് പറഞ്ഞ കാര്യം അറിയൂ. കേൾക്കുന്നുണ്ട്. ഇപ്പൊ ക്ലിയർ ആണോ? പറയൂ, കേൾക്കാം. ഓക്കെ. ലാസ്റ്റ് 10th-ലായിരുന്നോ ക്ലാസ്? അതിനുശേഷം ക്ലാസ് ഉണ്ടായിരുന്നോ? ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടായിരുന്നോ? ഞാൻ എന്നാ വന്നേ, എനിക്കെന്ന് പറഞ്ഞില്ല. അതായത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയല്ല, ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച 17th ആണ്. അതിന് മുന്നേ ചൊവ്വാഴ്ച 10th-നായിരുന്നല്ലോ ക്ലാസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നാ വരുന്നത്? അപ്പോ അഡ്ജക്റ്റീവ്സ് എടുത്തിട്ടില്ലല്ലോ. ചെറിയതായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ബ്രീഫ്ലി നോട്ട് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് ബ്യൂട്ടിഫുൾ മാമിനെ കുറിച്ചൊന്ന് പറയാൻ പറഞ്ഞില്ലേ, ടീച്ചറെ കുറിച്ചൊന്ന് ബ്യൂട്ടിഫുൾ സ്മാർട്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് പൊക്കി തന്നിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് പറയാൻ ഭയങ്കര നോണകളായിരുന്നു. ഇതൊക്കെയാണ് മിസ്സിന്റെ ഡാൻസ് കാണാൻ നല്ല രസമുണ്ടായില്ല. മിസ് നന്നായി ഡാൻസ് കളിക്കേണ്ടായിരുന്നു. മിസ്സിന്റെ ഡാൻസ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇൻസ്റ്റയില് കണ്ടിരുന്നു. ഏതായിരുന്നു? സാരി പറയും. സാരി പറഞ്ഞ ഒരുമിച്ച് ഡാൻസ് കളിക്കേണ്ടായിരുന്നു. കോൺവെക്കേഷനാണ്. ഇത് 2 റീൽസ് മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. എന്തോ ഇൻസ്റ്റ അക്കൗണ്ട് ഉണ്ടോ? എനിക്കോ? വാട്ട് എ ക്വസ്റ്റ്യൻ. ഇല്ലാതിരിക്കോ? എന്റെ ഇൻസ്റ്റയിൽ ഫുള്ള് സ്റ്റുഡൻസ് മാത്രമേ ഫോളോവേഴ്സ് ആയിട്ടുള്ളൂ. അല്ലല്ല, എന്താ ചോദിച്ചേ? ഉണ്ടോ എന്നല്ല. ഉണ്ടോന്നല്ല, പിന്നെന്താ ചോദിച്ചേ? ഇൻസ്റ്റ അക്കൗണ്ടില് പേരെന്താന്ന്? അത് ഞാൻ ഇവിടെ തന്നെ പറയണോ? കണ്ടുപിടിക്കൂ, ആവശ്യം കണ്ടുപിടിക്കൂ. ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എളുപ്പമല്ലേ കണ്ടുപിടിക്കാനായിട്ട്? ഇത് സിമ്പിളാ. എല്ലാ സ്റ്റുഡൻസും ലൈക്ക് ചെയ്യുന്നു, കമന്റ് ചെയ്യുന്നു. പക്ഷെ എനിക്ക് എന്നോട് പേഴ്സണലി മാത്രമൊന്നും സംസാരിക്കില്ല. ഒരുപാട് പേരുണ്ട്. എന്തൊക്കെ കണ്ടുപിടിച്ചോ?
ജിൻസിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ജിൻസി നോക്കിയിരുന്നു, കണ്ടില്ല. ഇപ്പൊ കണ്ടല്ലോ, അയച്ചു. ജിൻസി ഫോളോ ചെയ്യുന്നുണ്ടോ? പോയോ? മിണ്ടോ? സംസാരിക്കൂ. നമുക്ക് ടൈപ്പ് ചെയ്യുന്ന സമയങ്ങളുണ്ടല്ലോ. ഫോളോ ചെയ്യുന്നൊന്നും ഇല്ലേ? സെർച്ച് ചെയ്തു. കുഞ്ഞുണ്ടാ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ പിന്നെന്താ? അഡ്ജക്റ്റീവ്. അതിനെല്ലാം ഡാൻസ് ആവുന്നില്ല. താങ്ക് യു കേട്ടോ, താങ്ക് യു. എല്ലാ ടീച്ചേഴ്സും നന്നായിട്ട് കളിക്കുന്നില്ലേ? അല്ലേ? എന്നെ മാത്രമേ കണ്ടുള്ളൂ? കഷ്ടപ്പെട്ട് ഞങ്ങൾ പഠിച്ച് കളിക്കുന്നതാണ്. ഇതിനിടയിലേക്ക് പോരുന്ന് പഠിക്കുന്നതാണ്. ഭയങ്കര ബിസിയാണ്, ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര ബിസിയാണ്. പഠിപ്പിക്കുന്നു, അത് കഴിഞ്ഞ് പോയി ഡാൻസ് കളിക്കുന്നു. പക്ഷെ എന്താണെന്നേ രസാന്ന്. അവിടെ എല്ലാ മാസവും കോൺവെക്കേഷനും ഉണ്ടല്ലോ, അപ്പൊ പിന്നെ നിർത്തില്ല. ആരും എല്ലാ മാസവും വീക്കിലിയാണ് കോൺവെക്കേഷൻ. കഴിഞ്ഞ 7th ഉണ്ടായിരുന്നു, 14th ഉണ്ടായിരുന്നു. ഇനിയിപ്പോ റെസ്റ്റ് ആണ്. ഇനിയിപ്പോ മാർച്ച് 28 അത് ഭയങ്കര ആശ്വാസം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 2 ആഴ്ച കൂടുമ്പോ കോൺവെക്കേഷൻ. ഈ എല്ലാ കോൺവെക്കേഷനും ടീച്ചേഴ്സ് ഡാൻസ് മസ്റ്റ് ആണ്. നമ്മൾ എന്താ ചെയ്യാ? റിപ്പീറ്റ് കളിക്കാൻ പറ്റുമോ? മോശമല്ലേ? മറിച്ചിട്ട് കളിക്കും. സ്റ്റെപ്പൊക്കെ സെയിം, പാട്ട് മാത്രം വേറെ. ഇതാണ് എന്റെ ഐഡിയ. നിങ്ങൾ തെറ്റിമുട്ടിക്ക് പോകുന്നു. അതിലാണ് നിങ്ങൾ നല്ലതാണെന്ന് പറയും. വന്നില്ല. എന്തോ? ഞാനിപ്പേ ഒരു ഇമോജി ഇട്ടു, പക്ഷെ വന്നില്ല. അത് കണ്ടോ? വന്നില്ലല്ലോ. അയ്യോ, ശ്രദ്ധിച്ചില്ല. വന്നല്ലോ. സ്മൈൽ അല്ലേ? വന്നു. വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, എനിക്ക് കാണാൻ പറ്റുന്നില്ല. മറ്റത് നമ്മൾ ഇടുമ്പം നമ്മളുടെ ഐഡിമേ അത് കാണിക്കുമല്ലോ. ഇപ്പൊ അങ്ങനെ കാണിക്കുന്നില്ല. ആണോ? അത്രയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെയൊക്കെയാണ്. ഇനി കുറച്ചിലേക്ക് പോവാം. കുറച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ. അല്ലെങ്കിൽ ഞാൻ വന്നതിന് വെറുതെ പോകും. എന്തിനു വന്നു നിങ്ങൾ തന്നെ ചോദിക്കും. മിസ് എന്തിനാ വന്ന് ക്ലാസ് എടുക്കുന്നതെന്ന് ചോദിക്കും. അതുകൊണ്ട് കുറച്ച് നേരം പഠിക്കാം. ഓക്കെ. സോ അഡ്ജക്റ്റീവ് വേറെ കഴിഞ്ഞില്ലത്. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ ഭയക്കണ്ട. ഇമോജീസ് അയക്കേണ്ടത് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാ, സംസാരിക്കുക. അതിൽ കുറച്ചൊരു ബെറ്റർ. അത് മതി. ടൈപ്പ് ചെയ്യാൻ കുറെ നേരം വേണ്ടേ? അപ്പൊ പിന്നെ അൺമ്യൂട്ട് ചെയ്താൽ സംസാരിച്ചാൽ മതി. എളുപ്പമാണ്. പ്രിൻസ് വല്ലാണ്ടങ്ങനെ ചിരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇനി ഒന്നുമില്ല കേട്ടോ, ഞാൻ ക്ലാസ്സിലേക്ക് പോവാണേ. സീരിയസ് ആണ്. ഓക്കെ. അപ്പൊ ഇനി അഡ്ജക്റ്റീവ് ആണേ. അഡ്ജക്റ്റീവ് എന്താണ്? അഡ്ജക്റ്റീവ് എന്താ? already ഞാൻ പറഞ്ഞാണ്. It's a word that modifies or describes a noun or pronoun. അല്ലെ? പ്രോണൗണിനെയോ അല്ലെങ്കിൽ നൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും അല്ലെ? ഷീസ് ആൻ ഇന്റലിജന്റ് ഗേൾ, സ്മാർട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ. ഇതൊക്കെ എന്താണ്? ഈ എല്ലാ വേർഡ്സും എന്താണ്? അഡ്ജക്റ്റീവ്സ് ആണ്, വിശേഷണങ്ങളാണ് അല്ലെ? മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താ? നാമവിശേഷണം. അതെ. അപ്പൊ അങ്ങനെ ഒരു വേർഡാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. നോട്ട്സോ കാര്യങ്ങളോ എഴുതിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അഡ്ജക്റ്റീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റ് വേണ്ടി അങ്ങനെ വെച്ച് അവസാനിപ്പിക്കാം. അതാണ് കുറച്ചുകൂടെ നല്ലത്. പക്ഷെ വേറെയും ചില കാര്യങ്ങൾ പറയാനാണെങ്കിൽ അഡ്ജക്റ്റീവിൽ തന്നെ അഡ്ജക്റ്റീവ് ഫ്രേസ് ഉണ്ട്, അഡ്ജക്റ്റീവ് ക്ലോസ് ഉണ്ട്. അതൊന്നും പഠിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. ഓക്കെ. അപ്പൊ ജസ്റ്റ് അഡ്ജക്റ്റീവ് എന്താണെന്ന് അറിഞ്ഞിരിക്കാം. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ ഫ്രേസിൽ ക്ലോസ് എന്ന് കേൾക്കുമ്പോൾ ഈ മിസ് പറഞ്ഞില്ലോ എന്ന് ചിന്തിക്കണ്ട. അങ്ങനെയുണ്ട്, ക്ലോസ് ഉണ്ട്, ഫ്രേസ് ഉണ്ട്. ഓക്കെ. അതൊന്നും നമുക്ക് പഠിക്കണം. അപ്പൊ അഡ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലായി? ക്ലിയർ അല്ലേ? അതുപോലെ തന്നെയാണ് ആഡ്വേർബ് എന്ന് പറയുന്നത്. ആഡ്വേർബ് എന്തായിരിക്കും? അഡ്ജക്റ്റീവ് നൗണിനെയും പ്രോനൗണിനെയും മോഡിഫൈ ചെയ്യുന്നതാണെങ്കിൽ ആഡ്വേർബ് എന്തായിരിക്കും? Describing the verb. Yeah, describing the verb. Correct. നമ്മള് വെർബിനെ ഡിസ്ക്രൈബ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും യൂസ് ചെയ്യുന്ന വേർഡ് ആണ് അല്ലെ? ഇത് മോസ്റ്റ്ലി ഒരു എൽവയിലേക്ക് വെച്ച് എന്നായിരിക്കും അവസാനിക്കാം.
she's dancing beautifully, she's singing beautifully എന്നൊക്കെ പറയില്ലേ, and he driving the car carefully. So ഇതെല്ലാം ആ വ്യക്തി ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയുന്നതായിരിക്കും, അല്ലാതെ ആ പേഴ്സണെ കുറിച്ചോ അല്ലെങ്കിൽ പറയുന്ന നൗണിനെ കുറിച്ചോ ഒന്നും ആയിരിക്കില്ല. ആ നൗൺ ചെയ്യുന്ന പ്രവൃത്തി അല്ലെ, വേർബ്, അതിനെ കുറിച്ച് മോഡിഫൈ ചെയ്യുന്നതായിരിക്കും എന്ത്, ആഡ്വേർബ് എന്ന് പറയുന്നത്. ഇതില് ആഡ്വേർബ് ഫ്രേസ് ഉണ്ട്, ആഡ്വേർബ് ക്ലോസ് ഉണ്ട്. അത് ഇമ്പോർട്ടന്റ് അല്ല. അറിയണമെന്നുണ്ട് നിങ്ങൾക്ക്, താല്പര്യം ഉണ്ടോ? വേണ്ട, നീ ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. അതിൽ ഞാൻ വേറെ കുറെ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. മോണ്ടിസോറിയിൽ നമ്മൾ ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. മോണ്ടിസോറി അവർ ടീച്ചേഴ്സ് ആണ്, സബ്ജക്ട് ടീച്ചേഴ്സ് ആണ്. സോ ഇതെല്ലാം കാര്യം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ഫ്രേസും ക്ലോസും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ആണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക, അത്രയും മതി. അപ്പൊ ഒബ്ജക്റ്റീവ് എന്താണ്, ആഡ്വേർബ് എന്ന് ക്ലിയർ അല്ലേ? Yes. Clear? Okay. നോട്ട് എഴുതുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ 2 ടോപ്പിക് കംപ്ലീറ്റ് ആയി. ഇനിയുള്ളത് എന്താണ്, നമുക്കൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോ ആ സെന്റൻസിൽ എന്തൊക്കെ ഉണ്ടാവാം? പൊതുവെ സബ്ജക്ട് വരും, ഒബ്ജക്റ്റ് വരും, പിന്നെന്താ ഹെൽപ്പിംഗ് വേർബ്സ് ഉണ്ടാകും, ഒരാൾ വേർബ്സ് ഉണ്ടാകും, മെയിൻ വെർബ് ഉണ്ടാവും, മെയിൻ വേർബ്, പ്രിപ്പോസിഷൻ, പ്രിപ്പോസിഷൻ. കൺജക്ഷൻ. പ്രിപ്പോസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രിപ്പോസിഷൻ ഡൗട്ട്സ് ഉണ്ടോ? മിക്കവർക്കും ഉണ്ടാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റീവും ആഡ്വേർബും കഴിഞ്ഞു. നമ്മൾ പഠിച്ചെന്തൊക്കെയാണ്? നൗൺ, പ്രൊനൗൺ, വെർബ്, കുറച്ച് വെർബിനെ കുറിച്ച് നോട്ട്സ് എഴുതി. അതിനുശേഷം നമ്മൾ അഡ്ജക്റ്റീവ്, ആഡ്വേർബ്, ഇത്രയും പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണ്, അപ്പൊ പഠിച്ചു. ഇനി പ്രിപ്പോസിഷൻ എഴുതിക്കോളൂ കേട്ടോ. നോട്ട് കൊടുക്കും, കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട്. ഓക്കെ, അപ്പൊ ഹെഡിങ് എഴുതാ. പ്രിപ്പോസിഷന് ഹെഡിങ് കൊടുക്കുക. ഫസ്റ്റ് പ്രിപ്പോസിഷൻ ഈസ് ഇൻ ആണ് കേട്ടോ. പ്രിപ്പോസിഷൻ ശരിക്കും എന്താണ്? ഒരു ലിങ്കിങ് വേർഡ് ആണെന്ന് പറയാം അല്ലെ. നൗണിനെയോ ഒരു പ്രോണൗണിനെയോ അത്രയ്ക്ക് നമ്മൾ ലിങ്ക് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്ന ഒരു വേർഡ് ആണ് എന്താ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് പ്രിപ്പോസിഷൻ ആണ് എന്ത്, ഇൻ. എഴുതിക്കോളൂ. ഇൻ നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യാം? പൊതുവെ യൂഷ്വലി നമ്മൾ ഇൻ പ്രിപ്പോസിഷൻ ഏത് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഐഡിയാസ് അറിയാം നിങ്ങൾക്ക്? നിങ്ങൾ സംസാരിക്കുമ്പോൾ ഭാഗങ്ങളിൽ ഇൻസൈഡ്. ഇൻസൈഡ്. ഓക്കെ, then ഓക്കെ, ഇപ്പൊ ഉള്ളിലാണ് മെയിൻ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം. പിന്നെ ഒരു പോയിന്റ് ചെയ്തു ഞാൻ പറഞ്ഞു, ഓരോ പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് is place. Then month, year, week, season, morning, afternoon, evening. Small vehicle. And glass space. Place,
month, year, week, season, morning, afternoon, evening, small vehicle, and enclosed space. These are the points when we use the preposition in. Okay. കഴിഞ്ഞല്ലോ പോയിന്റ്സ് എല്ലാം എഴുതിയല്ലോ. ഇനി നമ്മള് പ്ലേസ് അല്ലെ, നമ്മൾ പ്ലേസ് പറയാനുണ്ടല്ലോ. പ്ലേസ് പറയുമ്പോ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക. അതായത് ഞാനിപ്പോ താമസിക്കുന്നത് എറണാകുളത്താണ്. I live in എറണാകുളം. അവൻ ഫ്രാൻസിലാണ്. He is in France. ഫ്രാൻസിലാണ്. അപ്പൊ പ്ലേസിന് മുന്നേ നമുക്ക് എന്താണ് പറയുന്ന ഇൻ യൂസ് ചെയ്യാം. അതിപ്പോ പ്ലേസ് ആയിക്കോട്ടെ, കൺട്രി ആയിക്കോട്ടെ, വില്ലേജ് ആയിക്കോട്ടെ, എനിത്തിങ്. ഓക്കെ, നമുക്ക് ഇൻ പ്രിപ്പോസിഷൻ ആഡ് ചെയ്യാൻ പറ്റും പ്ലേസിന് മുന്നേ. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? He's in France, I'm in Delhi, I'm in Ernakulam. Okay, അപ്പൊ we can use the preposition in before place when we talk about place. Okay, then month പറയുമ്പോൾ അങ്ങനെയാണ് കേട്ടോ. I was born in 2010. ഇയർ വരുന്നുണ്ടെങ്കിൽ അതിന് മുൻപ് ഇൻ ഉണ്ടാവും. അതിന് പകരം വേറെ ഏത് പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യാനുള്ള മിസ്റ്റേക്ക് ആണ്. ഗ്രാമറിൽ മിസ്റ്റേക്ക് വരും. സെന്റൻസ് വൈസ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലെങ്കിൽ പോലും, അതിന്റെ മീനിങ് വൈസ് മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ പോലും ഗ്രാമറിൽ മിസ്റ്റേക്ക് വരും. I was born in 2010. ഓക്കെ, അങ്ങനെയാണ് മന്ത്. സോറി, മന്ത് അല്ല, ഇയർ. മന്ത് എന്ന് പറഞ്ഞിട്ട് ഇയറിന്റെ എക്സാമ്പിൾ പറഞ്ഞു കൊള്ളാം. ഓക്കെ, അപ്പൊ ഇയർ ആണുള്ളത്. മന്ത് ആണെങ്കിൽ എന്താ പറയാ, ഇങ്ങനെ തന്നെ പറയാം. I was born in March. ഇങ്ങനെയും പറയാലോ, I was born in March. Then വീക്കിലേക്ക് വരാണെങ്കിൽ we will see you in 2 weeks. We will see you in 2 weeks. രണ്ടാഴ്ചക്കുള്ളിൽ നമുക്ക് കാണാം. എക്സാമ്പിൾ എഴുതണമെന്നില്ല കേട്ടോ. ഞാൻ എക്സാമ്പിൾ വീട്ടിൽ പറഞ്ഞു തരുന്നുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ സീസണിൽ പറയുകയാണെങ്കിൽ നമുക്ക് സീസൺ അറിയാലോ അല്ലെ. സമ്മർ, വിന്റർ, ഓട്ടം, മൺസൂൺ, ഇതൊക്കെ സീസൺസ് ആണ്. അപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ we wear cotton clothes in summer. We wear cotton clothes in summer and we used umbrellas in monsoon. Okay, അപ്പോ ഇതെല്ലാം സീസൺ ആണ്. സോ സീസൺ മുന്നിൽ വരേണ്ട പ്രിപ്പോസിഷൻ ഇൻ ആയിരിക്കണം. പിന്നെ ആഫ്റ്റർനൂൺ, ഈവനിങ്, മോർണിംഗ് ഇതൊക്കെ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലെ. I wake up in the morning and I have lunch in afternoon. And I'm going to walk in the evening. അപ്പോ ഇതെല്ലാം ഇന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് വരുമ്പോൾ ഇന്ന് പറഞ്ഞ് ഇൻ യൂസ് ചെയ്യണം. ദെൻ സ്മോൾ വെഹിക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ, കാറ്, ഓട്ടോറിക്ഷ, ഇതെല്ലാം സ്മോൾ വെഹിക്കിളാണ്. നമുക്ക് ഇരിക്കാൻ പറ്റില്ല, നിൽക്കാനും നടക്കാനും പറ്റില്ല, അതൊക്കെ വലുതാണ്. ഇതെല്ലാം സ്മോൾ വെഹിക്കിളാണ്. അപ്പൊ ഞാൻ കാറിലാണെന്ന് പറയുമ്പോൾ I am in the car. We are in auto-rickshaw. അപ്പോ അങ്ങനെ സ്മോൾ വെഹിക്കിൾ പറയുമ്പോൾ ഇൻ യൂസ് ചെയ്യാം. എൻക്ലോസ്ഡ് സ്പേസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉള്ളിൽ എന്നൊരു മീനിങ് തന്നെയാണ് കേട്ടോ. The apples are in the fridge. The cat is in the box. Cat ബോക്സിലാണ്. The cat is in the box. Okay. അപ്പോ പോയിന്റ്സ് എല്ലാം ക്ലിയർ ആയോ? മനസ്സിലായോ? അങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ടത് മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ ഇത്രയും പ്ലേസസിലാണ് നമ്മൾ പ്രിപ്പോസിഷൻ ഇൻ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഓരോ പോയിന്റ്സ് വെച്ചിട്ട് ഓരോ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാ. ഒരുമിച്ച് ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും ചെയ്യും. അതിനുശേഷം ഞാൻ എന്റെ എക്സാമ്പിൾ പറയും. അപ്പൊ നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ, സ്വന്തമായിട്ട് തന്നെ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യൂ. സെന്റൻസ് വൈസ് മിസ്റ്റേക്ക് വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്രപ്പോസിഷൻ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് മാത്രം. ഞാൻ അത് മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും തന്നെ ടെക്സ്റ്റ് ചെയ്യണം.
ഓക്കെ, ഞാൻ ക്യാമറ ഓഫ് ചെയ്യാം കേട്ടോ. ടെക്സ്റ്റിന് ശേഷം ഞാൻ വരാം. ഞാൻ ഇങ്ങോട്ട് വീട്ടിൽ ഇവിടെ തന്നെ ഉണ്ട്. ചുമ്മാ ക്യാമറ ഓൺ ചെയ്ത് എന്റെ മുഖം കാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അതുകൊണ്ട് എല്ലാരും നെക്സ്റ്റ് ചെയ്യണം കേട്ടോ.
ഓക്കെ, ആരെങ്കിലും ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടോ? അതെന്തോന്നും ചെയ്യാത്തേ? പോയെല്ലാവരും? അതിനകത്തിരുന്നു. I'm living in Kannur. I was born in November. My age started 2025. We have the holiday in the last week. And we used to employ in monsoon. I usually drink tea in the morning. We eat lunch in the morning and go for a walk in the morning and the evening. Like to travel in the car. We dance in the hall. Yeah, correct. Okay. Then I was in Kashmir in 1991. I was in Uttar Pradesh. First my exam in 1985. I came to Southern India. In 2000, I was in Dubai in 2016 and 17. 2013, I visited Jordan in 2001. Last week, I was not in the class. In winter, I grew lots of flowers. It's spotting summer. In the evening, we have good climate. In the evening, I will go for grocery shopping. And in the car, I'm in my bedroom. In October, we have pleasant climate. I will celebrate Christmas in summer. Okay, Sija, ഇത് സീജയുടെ പ്രൊഫൈൽ അല്ലേ? I was flabbergasted എന്ന് പറയാൻ കഴിയും. 2000 പോയാണല്ലേ? Oh, it's been 25 years. Yeah. ഇപ്പോ എവിടെയാ? ബഹ്റൈൻ? Yes. അവിടെ ഇപ്പൊ എത്ര നാളായി? 2 years. Oh, just 2 years. Okay. അതിന് മുൻപ് Saudi Arabia. സൗദിയിലായിരുന്നു. ഓ, 2000. Okay. അപ്പൊ 2002, 2023. 23 Saudi Arabia. Okay, 23 years old. സീജ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ് കേട്ടോ. Why? നീ ചുമ്മാ എന്നാലും പക്ഷേ അത് ഭയങ്കര അല്ല, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം മേ ബി. സീജ ഭയങ്കര ബോൾഡാണ് ഐ തിങ്ക്, ഭയങ്കര അല്ലെ? പക്ഷെ ഞാനൊന്നും അത്രയില്ല. എനിക്ക് ഞാൻ നിങ്ങളെ ചുമ്മാ മോട്ടിവേറ്റ് ചെയ്യില്ല, പക്ഷെ എനിക്കൊക്കെ മോട്ടിവേഷൻ വളരെ ഒരു കുറവുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് മോട്ടിവേറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. Okay, Najwa, I'm living in Dubai. Najwa discovered in 2015 in December. I went to drive in rainy sun. She called me in this morning. I had two more calls in afternoon. Some people will go to the party in the evening. I get in the car. The books are kept in the shelf. Yeah, correct. എന്തോ എഴുതാന് ഭയങ്കര മടി തോന്നുന്നു, അതുകൊണ്ട് ടൈം ടൈപ്പ് ചെയ്യാന്. ഞാൻ പറയിപ്പിക്കാനല്ലേ, എനിക്ക് പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. വായിക്കുമ്പോ ടെക്സ്റ്റ് ആണെങ്കിൽ കുറച്ച് ക്ലിയർ ആണ്, മിസ്റ്റേക്സ് ഒക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മറ്റേ ഞാൻ ശ്രദ്ധിച്ചിങ്ങനെ കേട്ടിരിക്കണം. ചേച്ചിക്ക് ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ടോ? ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? ഇൻസ്റ്റഗ്രാം ഉണ്ടോ? ഇൻസ്റ്റഗ്രാമിലുണ്ടോ കുട്ടി? ഉണ്ടോ? ഞാൻ പക്ഷെ ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല. ഉണ്ട് അല്ലെ? കോണ്ടാക്ട് ചെയ്യാൻ വല്ല വഴിയുണ്ടോന്ന് അറിയാനല്ല, അതൊന്നുമില്ല. ഞാൻ കുറച്ച് ബാച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാലും സീച്ച എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഇത്. എനിക്ക് മനസ്സിലായില്ല. അല്ല സീജ, ഐ തിങ്ക് യു ആർ 54 years അല്ലെ? പക്ഷെ 54 വയസ്സിലും അത്രയും വർഷം നോക്കിയെന്ന് ആലോചിക്കി, ആ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കി. ഇതാണ് ഇപ്പൊ വർക്ക് ചെയ്യാൻ ഇപ്പൊ എത്ര നാളെ എന്ന് പറഞ്ഞു?
ഏത് വയസ്സിലാണ് എനിക്ക് വാക്കിങ്ങിലൊക്കെ നമ്മൾ ഇറങ്ങിയത് എപ്പോഴാണ് ശ്രീജ? ഞങ്ങള് നഴ്സിംഗ് പഠിക്കുമ്പോ തന്നെ വർക്കിംഗ് ആണല്ലോ. ഞാൻ പഠിച്ചത് കന്യാസ്ത്രീമാരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. ഞങ്ങളുടെ നട്ടല്ലൂരി PP വിളിച്ചിട്ട് അവരവിടെ തന്നെ വിട്ടത്. അപ്പൊ അന്ന് മുതലേ വർക്കിംഗ് ഞാൻ പ്രീ-ഡിഗ്രി കഴിഞ്ഞ് 1 വർഷം വെയിറ്റ് ചെയ്തിട്ട് നഴ്സിംഗിന് പോയി. അന്ന് മുതൽ വർക്കിംഗ് ആന്ന് പറയാം. അന്ന് വർക്ക് ചെയ്ത അന്ന് നഴ്സിംഗ് സ്കൂളിൽ ചെയ്ത അത്രയും ജോലി ഞാൻ വേറെ ഒരിടത്തും ചെയ്തിട്ടില്ല, ജോലിക്ക് ചെയ്തിട്ടില്ല. നഴ്സിംഗിലായിരുന്നു ഹാർഡ് വർക്ക്. അത് കഴിഞ്ഞ് ബോംബെ വന്നു. ബോംബെ വന്നപ്പോ നല്ല സുഖമായിരുന്നു ഞങ്ങക്ക്. വാർഡ് ബോയ്സ് ഉണ്ട്, പിന്നെ ഈ ഓക്സിലറി നഴ്സുമാരുണ്ട്, പിന്നെ വാർഡ് ബോയ്സ് പോലെ തന്നെ ഗേൾസും ഉണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനത്തെ പണികളൊന്നും ചെയ്യണ്ട. പേഷ്യന്റിനെ ക്ലീൻ ചെയ്യുക, കുളിപ്പിക്കുക, വെറുതെ ഞങ്ങൾക്ക് ഇഞ്ചക്ഷനും മെഡിസിനും മാത്രം കൊടുത്താൽ മതിയായിരുന്നു. പരമാനന്ദ സുഖം അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സൗദി അറേബ്യ വന്നപ്പോ ഞാൻ കുറച്ച് നാള് ക്ലിനിക്കിലാണ് ജോലി ചെയ്ത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിനോടനുബന്ധിച്ചുള്ള ഏരിയയിൽ ജോലി ചെയ്തു. അവിടെയും ഈ പറഞ്ഞ പോലെ ബിസിയാണ്, വർക്ക് ഉണ്ട്. പക്ഷെ അങ്ങനെ നമുക്ക് പേഷ്യന്റിനെ കുളിപ്പിക്കുക, ക്ലീൻ ചെയ്യുക അങ്ങനെയുള്ള ഇതുകളൊന്നുമില്ല. രാവിലെ പേഷ്യന്റ് വരും, പേഷ്യന്റിനെ ഞങ്ങൾ IV കുത്തും, പേഷ്യന്റിനെ ഇന്റർവ്യൂ എടുക്കും. അതൊരു മെയിൻ പാർട്ടാണ്. പേഷ്യന്റ് എന്തൊക്കെ മെഡിക്കേഷൻസ് കഴിക്കുന്നുണ്ട്, എന്തെല്ലാം സർജറി ഇതിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങൾ പേഷ്യൻസിനുണ്ട്, എന്തെങ്കിലും അലർജി ഉണ്ടോ, അതൊക്കെ ഒരു വെരി ഇമ്പോർട്ടൻറ്റ്. പേഷ്യന്റ് ഇന്റർവ്യൂ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് കാരണം സർജറിക്ക് പോകുമ്പോൾ പേഷ്യന്റിന് പേഷ്യന്റിന്റെ ഫയല് ഡോക്ടേഴ്സും നോക്കും, ഞങ്ങളും നോക്കും, എല്ലാവരും നോക്കും. എങ്കിലും പുതുതായിട്ട് പേഷ്യന്റ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞങ്ങൾ അതിൽ എൻ്റർ ചെയ്യേണ്ട അതുണ്ട്. അങ്ങനെ പേഷ്യന്റിനെ നോക്കി പേഷ്യന്റിനെ വേഗം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വിടും. അതിൽ ചില പേഷ്യൻസ് തിരിച്ചു വരും. അപ്പൊ അവരെ അത്യാവശ്യം ഫുഡൊക്കെ കൊടുത്ത് അവരെ ഉറക്കണം. അതിനനുസരിച്ച് അവർക്ക് ഫ്ലൂയിഡ് കൊടുക്കണം. അത് കഴിഞ്ഞ് അവർക്ക് ഫുഡ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അവരെ നടത്തിയിട്ട് അവർ ബാത്റൂമിൽ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഡിസ്ചാർജ് ആക്കാൻ പറ്റുള്ളൂ. അതേസമയം നഴ്സിംഗ് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ നമ്മളെ കൊണ്ട് എന്താ പറയാ, തറയും റൂമുകളുടെ മതിലും വരെ ഞങ്ങളെ കൊണ്ട് ഉരച്ചു കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ ബോംബെയില് പരമാനന്ദ സുഖമായിരുന്നു, സൗദി അറേബ്യയിലും പരമാനന്ദ സുഖമായിരുന്നു എന്ന് പറയുന്നു. ഇപ്പൊ പിന്നെ അതിലും സുഖ. ഇത് ഞാൻ ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ പേഷ്യന്റിന്റെ ഏരിയയില് ഡ്യൂട്ടി ചെയ്യില്ല, എനിക്ക് ക്ലിനിക്ക് മാത്രം മതി എന്ന് പറഞ്ഞു. ക്ലിനിക്കിലാവുമ്പോ നല്ല സുഖ. പേഷ്യന്റ് വരുന്നു, നമ്മൾ പേഷ്യന്റിന് ഇപ്പോഴൊക്കെ നമ്മുടെ നാട്ടിലത്തെ പോലെ BP അപ്പാരറ്റസ് ഒന്നും ഞെക്കി മെർക്കുറി കയറ്റേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ BP അപ്പാരറ്റസ് ഒക്കെ ഇലക്ട്രോണിക് ആണ്. അത് കറണ്ടിൽ അങ്ങ് കുത്തുക, പേഷ്യന്റ് മേല് കയ്യുമ്മ അതിന്റെ ഇതങ്ങ് കഫ് ചുറ്റുക, ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. ടെമ്പറേച്ചറിനും അതുപോലെ തന്നെ പണ്ടത്തെ ടെമ്പറേച്ചർ എന്താ പറയാ, കുടഞ്ഞു മെർക്കുറി താഴെ വരുത്തിയിട്ട് വേണം പേഷ്യന്റിന് വെച്ച് കൊടുക്കാൻ. അതൊന്നുമില്ല. ഇപ്പോ എല്ലാം ഇലക്ട്രോണിക് ആണല്ലോ. പേഷ്യന്റ് വായിൽ വെച്ച് കൊടുക്കുക, ഇത് വരും. പിന്നെ പൾസ് ഓക്സിമീറ്റർ, അത് കയ്യുമ്മ കുത്തി വെക്കുക. അപ്പോൾ ആ ഒരൊറ്റ മെഷീനിൽ തന്നെ BP-യും പൾസും ടെമ്പറേച്ചറും O2 സാച്ചുറേഷനും എല്ലാം വരും. അപ്പൊ അത് ജസ്റ്റ് അങ്ങ് കമ്പ്യൂട്ടറിൽ ഇടുക, അത്രേ ഉള്ളൂ. പിന്നെ പേഷ്യന്റിനോട് ചോദിക്കുക എന്തിനാണെന്ന് വന്നത്, എന്താണ് പ്രശ്നം, അത് അതിൽ എഴുതിയിടുക. വല്ല അലർജി ഉണ്ടോ അതും എഴുതിയിടുക, അത്രേ ഉള്ളൂ. ഇവിടെ അതിനാണ് കൂടുതൽ തിരക്ക്, ക്യൂ നിൽക്കണതിന്. അത് ശരിയാ. ഞങ്ങക്ക് ഇങ്ങനെ ഇവിടെ ഇവരുടെ കുറെ ക്ലിനിക്കുകൾ ഉണ്ട്. അപ്പൊ ഓരോ ഏരിയയിലുള്ളവർ മാത്രമേ വരുള്ളൂ. അത്ര വലിയ ബിസി ഉണ്ടാവാറില്ല. സീജ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണല്ലോ. ഡൗട്ട് ക്ലിയർ ആയി. ഓക്കെ, അപ്പോ വേറൊന്നും പറയാനില്ലേ? സമയമായിരുന്നു, എനിക്ക് പോവാൻ ടൈമായിരുന്നു. അതെ, ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിലൊന്നുമില്ല, നാളെ ഉണ്ടല്ലോ. അതെ, തുടങ്ങാണല്ലോ സംസാരം. ഞാൻ പറയാൻ വേണമെങ്കിൽ അല്ലെ, അൺമ്യൂട്ട് ചെയ്ത് ക്ലാസ് എടുക്കാൻ പറയണോ? വേണ്ട വെറുതെ അവർക്കൊരു ഇത് ആക്കണം.
അതെ അങ്ങനെയല്ല, ഇങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ഉള്ളത് കൊണ്ടാണ് മിക്കവാറും ടീച്ചർമാര് അത് ഓഫ് ചെയ്യുന്നത്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഞാനാണ് ക്ലാസ് എടുക്കുന്നെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓഫ് ചെയ്യും. അപ്പൊ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ചോദിക്കുന്ന ടീച്ചർ ചോദിക്കുമ്പോ ഒന്ന് അവർ പറഞ്ഞു പോകുന്നുണ്ടായിരിക്കും അവര് ഫുള്ളി ഡീആക്ടിവേറ്റ് ചെയ്യുന്ന മ്യൂട്ട് ചെയ്തേക്കാണെന്നുള്ളത്. അപ്പൊ അവര് ചോദിക്കുമ്പോ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞാലും കേൾക്കൂല, നമ്മൾ പറയില്ല, ടൈപ്പ് ചെയ്ത് വരാൻ എന്നുള്ളത്. ഇന്നത്തെ ഞാൻ മനഃപൂർവ്വം തമ്പ് ചെയ്തില്ല. കാരണം എന്താ വെച്ചാല് ഞാൻ തമ്പ് ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല. ലേബർ ആൻഡ് ഡെലിവറിനെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ അതിൽ തമ്പ് ചെയ്യണേലും ഞാൻ ഓടിച്ചേർന്ന് ക്ലാസ്സിൽ ആൻസർ പറയണേലും വലിയ അർത്ഥമില്ലല്ലോ. കാരണം എനിക്കറിയാവുന്നതാണ് ഓൾറെഡി. അപ്പോ ഞാനത് ആൻസർ പറയുമ്പോ എന്താ പറയാ, അത് ഒഫെൻസീവായിട്ട് കാരണം ഞാൻ ജസ്റ്റ് കേട്ടേ ഉള്ളൂ. എന്തായാലും മാം ഞങ്ങളെ കുറിച്ച് അങ്ങനെ ഇനിയിപ്പോ ഒരു പരാതി ഉണ്ടാവാൻ സാധ്യതയില്ല, കംപ്ലൈന്റ്സ് ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെയല്ല, അവര് രോദനമാണ്, ടീച്ചേഴ്സിന്റെ രോദനം. Okay, അപ്പൊ see you all tomorrow. So bye to all. Thank you. Okay, thank you.